ഇതിന്റെ സത്യാവസ്ഥ നമ്മുടെ അമ്മമാർ പറയുന്ന വാക്കുകൾ പറഞ്ഞ ആളുകൾ എത്രയും ശല്യം ചെയ്ത് ഈ വിളക്ക് സത്യമായിട്ട് ഇവിടെ യവന്മാർ ഒരു മനുഷ്യനും ഗുണം പിടിക്കില്ല. അത്രക്കുള്ള ബഹളങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. CPM-ന്റെ പയ്യന്മാരാണ് ഇതിന് മുന്നിട്ട് നിൽക്കണം. ഇവിടെ ഇതെല്ലാം ഒത്താശ ചെയ്തു കൊടുക്കുന്നത് ഇവിടുത്തെ MLA ആണ്. അങ്ങനെയാണ് ഞങ്ങൾക്ക് സൈറ്റാണ് ഞങ്ങൾ കൗൺസിലറെ വിളിച്ചത്. ഞാനൊരു പാവപ്പെട്ടവരെ തല അടിച്ച് പൊടിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾ വീഡിയോ പ്രചരിപ്പിക്കുന്നത് ആ മാനിന്റെ തനി സ്വരൂപം നിങ്ങൾക്ക് ഞാൻ കാണണം. പക്ഷെ കൊച്ചു കുട്ടികളാണ് ഈ വീഡിയോ കാണുന്നത്. കണ്ടില്ലേ? എന്റെ അമ്മമാർ പറയുന്ന വാക്കുകൾ കേട്ടില്ലേ? എന്റെ പ്രിയപ്പെട്ടവർ പറയുന്ന വാക്കുകൾ കേട്ടില്ലേ? ആ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ? ഇതാണ് യഥാർത്ഥത്തിൽ നടന്ന സത്യസന്ധമായ കാര്യം. ഇവരാണ് എന്റെ ശക്തി. ഇനി എത്ര തന്നെ വ്യാജ പ്രചരണങ്ങൾ ഉണ്ടായാലും, എത്ര പ്രാവശ്യം കള്ളക്കേസുകൾ എടുത്താലും, എന്റെ ജീവൻ നഷ്ടപ്പെട്ടാൽ, ഏത് പാതിരാത്രി വിളിച്ചാലും ഇവരോടൊപ്പം ഞാൻ. എല്ലാ മണ്ടന്മാരില്ല. ജനങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസവും കാര്യങ്ങളുള്ള ലോകപരിചയമുള്ള ആൾക്കാരാണ് ഈ സോദനെ പോലെ. ജയിലിൽ നിന്ന് ഭരണസ്ഥിരാ കേന്ദ്രങ്ങളിലേക്ക് വലിയ മാറ്റമാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കില്ലപ്പട്ടിക്കുണ്ടായ വിവരമെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനെ ഒന്ന് ന്യായീകരിക്കല്. അതായത് കാപ്പയടിച്ച് ജയിലിൽ കിടക്കുന്ന കൊടും ക്രിമിനലിനെയൊക്കെ നമ്മുടെ ഭരണസ്ഥിരാ കേന്ദ്രങ്ങളിൽ പ്രതിഷ്ഠിക്കുകയാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് അവൻ വന്നിട്ട് ന്യായീകരിക്കുവാണ് നാടിനെ രക്ഷിക്കാനാണ് അവന്റെ തലയടിച്ച് പൊളിച്ചതെന്ന്. അതായത് നമ്മുടെ സർക്കാർ ഇവന് കൊട്ടേഷൻ കൊടുത്തിരിക്കുകയാണ് നാടിനെ നന്നാക്കാനും നാടിനെ രക്ഷിക്കാനും. അതായത് നമ്മുടെ നാട്ടിലെ പോലീസും പട്ടാളവും നിയമവും കോടതിയും ഒന്നും യാതൊരു ജോലിയും ചെയ്യാണ്ട് ചുമ്മാ ഇരുന്നെങ്കിൽ തിന്നാ മതി, പണിയല്ല ഇവൻ ചെയ്തോളും. തല്ലിയവനെ തിരിച്ചു തല്ലാനാണെങ്കിൽ എന്തിനാണ് ഇവിടെ നിയമം?